വിജയിക്കാൻ ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. ഞാനൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്, ഞാൻ വിജയിച്ചിരിക്കും. എന്നാൽ 10,000 പരാജയങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരാം, എങ്കിലും എൻ്റെ തീരുമാനം ഞാൻ വിജയിക്കുമെന്നാണ്. അതുകൊണ്ട് പരാജയങ്ങൾ എൻ്റെ മുൻപിൽ തോറ്റിരിക്കും. ഒരുപക്ഷെ പരാജയം ആരംഭത്തിൽ അവൻ ജയാളിയായി നിൽക്കുമായിരിക്കും, എന്നാൽ അവൻ എന്നെ മൊത്തമായി കീഴടക്കാൻ കഴിയില്ല. ഈ ഒരു സത്യത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 4:13 ഇങ്ങനെയാ പറയുന്നത്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. യേശു എൻ്റെ കൂടെയുണ്ട്. എന്നെ ശക്തീകരിക്കാൻ കർത്താവുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പരാജയപ്പെടും? അതുകൊണ്ടാണ് സങ്കീർത്തനം 27 പറയുന്നത്: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികൾ, ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നാൻ അടുത്തു വരുമ്പോൾ ഇടറി വീഴും. എനിക്കൊരു യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും, നീയല്ലോ എൻ്റെ കൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തോറ്റുപോകില്ല. എല്ലാ തോൽവികളെയും ഞാൻ തോൽപ്പിക്കും, എല്ലാ പരാജയങ്ങളെയും ഞാൻ പരാജയപ്പെടുത്തും. കാരണം എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. ധൈര്യപ്പെടുക. പൗലോസ് തിമോത്തിയോസിനോട് പറയണേ: എൻ്റെ മകനെ തിമോത്തിയോസെ, ക്രിസ്തുവേശുവിൻ്റെ കൃപയിൽ ശക്തിപ്പെടുക. ഒരിക്കലും പരാജയപ്പെടില്ല. പരാജയങ്ങളെ നീ പരാജയപ്പെടുത്തും. നീ വിജയം കൊയ്തെടുക്കും. അത് നിന്റെ അവകാശമാണ്. ചേർന്ന് പാടി ഈ നല്ല കർത്താവിനെ ആരാധിക്കാം. You are filled with compassion and mercy and grace, with your banner of love over me. I am longing to see you one day face to face, and to be with you endlessly. Lord, how lovely you are to me. Lovely Lord, you are all to me. Lovely Lord, full of purity, worthy of honor and majesty. Lord, how lovely you are to me. You are bright as the sunrise and fairest of all. Unto you all the glory will be. You're the God of creation and Lord of my life, and we worship you faithfully. Lord, how lovely you are
be thankful eternally. Lord, how lovely you are to me. Lovely Lord, you are good to me. Lovely Lord, full of purity, worthy of honor and majesty. Lord, how lovely you are to me. Lovely Lord, you are all to me. Lovely Lord, full of purity, worthy of honor and majesty. Lord, how lovely you are to me. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, യേശു ജീവിച്ച കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ, ആ 5 അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ ആ അപ്പം തിന്നവരുടെ കൂട്ടത്തിൽ ഇരുന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ വിളമ്പുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, കടലിൻ്റെ മീതെ പത്രോസ് നടന്നോട്ടെ, എന്നാൽ ആ വള്ളത്തിൽ ആ കൂട്ടത്തിൽ ഒരാളായിട്ട് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ, ലാസറേ പുറത്തു വരിക എന്ന് പറയുന്നതിന് മുമ്പ് കല്ലുരുട്ടി മാറ്റുക എന്ന് യേശു പറഞ്ഞപ്പോൾ, ആ കല്ലുരുട്ടി മാറ്റുന്നവരുടെ കൂട്ടത്തിൽ ഒരാളായി ഞാൻ നിന്നിരുന്നെങ്കിൽ ഇതൊക്കെ എനിക്ക് നേരിട്ട് കാണാമായിരുന്നല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ യേശു പറയുകയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. അതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ ഉള്ളതിനേക്കാൾ പ്രയോജനമുണ്ടാകാൻ പോകുന്നത് ഞാനിവിടെ ഇല്ലാത്തപ്പോഴാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഇത് ശിഷ്യന്മാർക്ക് ഇത് കേൾക്കുന്നത് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം കർത്താവ് പോയാൽ ഇവരുടെ ജീവിതം തീർന്നു. അതുകൊണ്ട് യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ 4 വഴിക്ക് ഇവർ ചിതറിപ്പോയി. പിന്നെ അവർ ഒരുമിച്ചു. എന്തിനാണ്? പിന്മാറ്റത്തിൽ പോകാൻ. കളഞ്ഞ വലയും വള്ളമൊക്കെ എടുത്തിട്ട് പഴയ ജീവിതം നയിക്കാൻ വേണ്ടി പോയവരാണ് ഇവർ. നമ്മുടെ പിതാക്കന്മാർ തന്നെ. കാരണം നമുക്ക് ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പിന്മാറ്റം ഉള്ളതാണല്ലോ, മടുപ്പും പിന്മാറ്റവും. നാം പൊടിയാണെന്ന് ദൈവത്തിന് അറിയാം. നാം മനുഷ്യനാണെന്ന് അവൻ അറിയാം. നമ്മുടെ പ്രകൃതി കർത്താവിന് അറിയാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകളിലൊന്നും കർത്താവ് നമ്മെ തള്ളിക്കളഞ്ഞില്ല. നമ്മൾ ചെയ്ത പാപത്തിനൊത്തവണ്ണം അകൃത്യം കണക്കിട്ടില്ല കർത്താവ്. ഇത് പറയുന്ന ഞാനൊക്കെ എൻ്റെ ജീവിതത്തിലല്ല, എത്രയോ പ്രയാസങ്ങൾ, പിന്മാറ്റങ്ങൾ, കർത്താവിനെ വേദനിപ്പിക്കുന്ന 100 കണക്കിന് അല്ല 1000 10,000 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം ക്ഷമിച്ച് ഇന്നും എന്നെ ഒരു ദൈവദാസനാക്കി നിർത്തിയത് ദൈവകൃപയല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മളാരും പൂർണ്ണതയുള്ളവരല്ല. ഓരോ ദിവസം കഴിയുന്തോറും കർത്താവിൽ വളരുന്നവരാണ്. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ എന്ന് പറയുന്നു. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ ഉള്ളതിനേക്കാൾ പ്രയോജനപ്പെടാൻ പോകുന്നത് ഞാൻ പോകുമ്പോഴാണ്. 3.5 കൊല്ലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിനേക്കാൾ നിങ്ങൾ ശക്തരും ശ്രേഷ്ഠരും സകലത്തിൽ സമ്പന്നരുമാകാൻ പോകുന്നത് ഞാൻ പോകുമ്പോഴാണ്. അത് ശിഷ്യന്മാർക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. യേശു ഉള്ളപ്പോൾ ഒന്നും അറിയണ്ട. നാഥാന്ന് വിളിച്ചു കഴിഞ്ഞാൽ യേശു ഉറക്കമുണർന്ന് കാറ്റിനെ അടക്കി കടലിനെ ശാന്തമാക്കും. എന്നാൽ വിളിച്ചാലും നേരിട്ട്
വരാത്ത ഒരു സീസൺ വരാൻ പോവുകയാണ്. ഞാൻ പോവുകയാണ്. ഇനി എന്നെ ജഡത്തിൽ നിങ്ങൾ എന്നെ കാണില്ല, ഒരു ശരീരത്തിൽ നിങ്ങൾ എന്നെ കാണില്ല. എന്നാൽ ഒരു പകരക്കാരൻ വരും, അവനെ നിങ്ങൾ കാണില്ല. എന്നാൽ നിങ്ങൾ ഇനി മുതൽ കാറ്റ് കണ്ടും തിരമാല കണ്ടും പേടിക്കാതെ വണ്ണം അവൻ നിങ്ങളെ ശക്തീകരിക്കും. ആ സമയത്ത് നിങ്ങൾ കാറ്റിനോട് പറയും, കടലിനോട് പറയും, പ്രശ്നങ്ങളോട് പറയും, തിരമാലകളോട് പറയും, മലകളോട് പറയും, രോഗത്തോട് പറയും, ഭൂതങ്ങളോട് പറയും. അങ്ങനൊരു സമയത്തിലേക്ക് ഞാൻ പോയാൽ ഇന്നുള്ളതിനേക്കാൾ അടുത്ത ലെവലിലേക്കുള്ള ഒരു അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ കയറും. 3.5 കൊല്ലം യേശു കൂടെയുള്ളപ്പോൾ അവർ ഭയങ്കര സുരക്ഷിതരാണ്. എന്നാൽ യേശു പറയുന്നു, ഞാൻ പോയാൽ അതിനേക്കാൾ നിങ്ങൾ സുരക്ഷിതരാകും. കാരണം ഞാൻ പോയി പിതാവിനോട് വാഗ്ദത്തം ചോദിക്കും. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് കടന്നു വരും. ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങളായിരിക്കും നിങ്ങൾ പിന്നീട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ചെയ്ത കാര്യത്തെ ഫോളോ ചെയ്യാനല്ല നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങളെ ചെയ്യും. അതുകൊണ്ടാണ് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ ദൈവദാസന്മാരും പണ്ട് ചെയ്ത ദൈവദാസന്മാരെക്കാൾ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. യേശു ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പത്രോസും ഒക്കെ ചെയ്തത്. പത്രോസിന്റെ നിഴല് തട്ടി, ഇന്ന് അതും മാറി. അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന കർത്താവിൻ്റെ വേലക്കാരുണ്ട്. നിഴലിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർ. അതായത് ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ആഫ്രിക്കയിൽ പ്രസംഗിക്കുമ്പോൾ തന്നെ UK-യിലും പ്രസംഗിച്ചു. ഒരേ സമയത്ത് 2 സ്ഥലത്ത്. നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു മലയാളി പാസ്റ്റർ ബഹ്റൈനിൽ പ്രസംഗിക്കുമ്പോൾ തന്നെ UK-യിലും മീറ്റിങ്ങിലുണ്ടായിരുന്നു. ആ ഒരു അനുഭവം ആ ദൈവദാസന്റെ കൂടെയുള്ളവർ ഈ അനുഭവം എന്നോട് പങ്കുവെച്ചു. ഞാൻ ഇവരുടെയൊക്കെ പേര് പറയാത്തത്, നാളെ ഇതൊക്കെ വിശ്വസിക്കാൻ പ്രാപ്തിയില്ലാത്തവർ ഇതിനെ ഒരു വലിയൊരു വിമർശനമായിട്ട് എടുക്കും. കാരണം വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വിമർശനമായി മാറും. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ഒന്നും അസാധ്യമല്ല. കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ കടലിലെ മീൻ്റെ വായിൽ ടാക്സ് കൊടുക്കാനുള്ള പൈസ വെച്ച കർത്താവിന് ഒന്നും അസാധ്യമല്ല. ആകാശത്തൂടെ പറക്കുന്ന കാക്ക കിട്ടുന്നതെല്ലാം കൊത്തി എടുക്കുന്നതല്ലാതെ ആർക്കും ഒന്നും കൊടുക്കാത്ത കാക്ക ഏലിയാവിന് രാവിലെയും വൈകിട്ടും ഒരു ഡിസിപ്ലിനോടുകൂടി അപ്പോൾ ഇറച്ചിയും കൊടുത്തു എന്ന് പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ഇതെല്ലാം വിശ്വസിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കർത്താവ് ചെയ്യുന്നതെല്ലാം ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് കടന്ന് വിശ്വസിക്കാൻ കഴിയണം. യേശു പറയുകയാണ്, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് പ്രയോജനം. യേശുവിനോട് ഇവര് പറയുന്നത്, പോകരുതേ, നീ എന്നേക്കും ഞങ്ങളുടെ കൂടെ ഇരുന്ന് നീ ഞങ്ങളുടെ രാജാവായിരിക്കണം. 5 അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അവർ യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ നോക്കി. യേശു അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോയി. യോഹന്നാൻ കാത്തിരുന്നത്, എന്നേക്കാൾ ബലവാൻ എൻ്റെ പുറകെ വരുന്നുണ്ട്, അവൻ ദയേ നിൽക്കുന്നു, അവൻ്റെ ചെരുപ്പ് കുനിഞ്ഞഴിക്കാൻ ഞാൻ യോഗ്യനല്ല, അവൻ രാജാവാണ്, മശികയാണെന്ന് തെളിയിച്ചു. അവൻ്റെ ചെരുപ്പ് കുനിഞ്ഞഴിക്കാൻ ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ വിചാരിച്ചത് യേശു ക്രൂശിൽ മരിക്കില്ലെന്നായിരുന്നു. ശിഷ്യന്മാർക്കും ക്രൂശ് മരണമെന്ന് കേൾക്കുന്നതേ അലർജിയാണ്. അത് യേശു പറയാൻ തുടങ്ങിയത് പത്രോസിന് വെളിപ്പാട് കിട്ടിയപ്പോഴാണ്. പത്രോസിനോട് പറഞ്ഞു, ബെറയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന്. ഈ സത്യം പത്രോസിന് വെളിപ്പെട്ടതോടുകൂടി കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നു. അതായത് തീർന്ന് ഇനി മനുഷ്യ ശരീരത്തിൽ ഉള്ള വാസം തീരുകയാണ്.
അവരെല്ലാം ആഗ്രഹിച്ചത് യേശു മനുഷ്യ ശരീരത്തിൽ ഇരിക്കണമെന്നായിരുന്നു. പോട്ടെ, ഒരു 120 വർഷമെങ്കിലും ഇരുന്നാൽ കൊള്ളായിരുന്നു. ഇതൊക്കെ ശിഷ്യന്മാരുടെ ആഗ്രഹമാണ്. 3.5 കൊല്ലം കൊണ്ട് യേശു ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഞാനിരുന്നാൽ ഉണ്ടാകുന്ന പ്രയോജനത്തെക്കാൾ അനേകായിരം മടങ്ങ് പ്രയോജനമാണ് ഞാൻ പോയാൽ നിങ്ങൾക്കുള്ളത്. ഞാനുള്ളപ്പോൾ എൻ്റെ ജഡത്തിനൊരു പരിമിതിയുണ്ട്. ഈ ഗലീല തടാകത്തിന് ചുറ്റുമുള്ള സ്ഥലമല്ലാതെ, ഈ പാലസ്തീൻ നാടും ശമരിയയും അല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. എൻ്റെ ഈ മൺ ശരീരത്തിൽ ഒരു പരിമിതിയുണ്ട്. എന്നാൽ ഞാൻ പോയാൽ പരിമിതികളില്ലാത്ത പാഴ്ശൂന്യമായ ഭൂമിയുടെ മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവാണ് വരുന്നത്. പരിശുദ്ധാത്മാവിന് പരിമിതിയില്ല, എനിക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് പരിമിതിയുള്ള ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ പരിമിതപ്പെടുത്തുന്നതിനേക്കാൾ ഞാൻ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ എൻ്റെ പരിമിതി പൊളിഞ്ഞു പോവുകയാണ്. ക്രൂശീകരണത്തിന് ശേഷം യേശുവായി മരിച്ച് ക്രിസ്തുവായി ഉയർത്തെഴുന്നേറ്റ് വരും. പിന്നെ നിങ്ങളിരിക്കുന്ന വീടിൻ്റെ കഥ കടഞ്ഞാലും എനിക്കതിൻ്റെ നടുവിൽ വരാൻ കഴിയും. നിങ്ങളെക്കാൾ മുമ്പ് ഗലീലയിലേക്ക് ചെല്ലാൻ എനിക്ക് കഴിയും. എൻ്റെ പരിമിതി പൊളിയുകയാണ്. എനിക്ക് കാൽനടയായി ഇനി നടക്കണ്ട. മാത്രമല്ല, എനിക്ക് യാത്ര ചെയ്യാൻ ഒരു കഴുതയും വേണ്ട, എനിക്കൊരു വള്ളവും വേണ്ട. നിങ്ങളിനി എന്നെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിക്കണ്ട. ആരോടൊരു കഴുതയെ കടം ചോദിക്കണ്ട. പരിമിതികൾ പൊളിഞ്ഞു പോകും. മൺ ശരീരത്തിൽ ഞാൻ 33.5 വർഷം തീർക്കുകയാണ്. എൻ്റെ പരിമിതി പൊളിയും, നിങ്ങളുടെയും പരിമിതി പൊളിയും. നിങ്ങൾ മൺ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പരിമിതിയില്ലാത്തവരാകും. കാരണം എന്നെ പരിമിതിയുള്ള ശരീരത്തിൽ തന്നെ പരിമിതിയില്ലാത്തവനായി ഉപയോഗിച്ചതുപോലെ നിങ്ങളുടെ പരിമിതി ഉള്ള ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പരിമിതികളില്ലാത്തവരായി അത്ഭുതകരമായി ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ കഴിയും. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. 7-ാം വാക്യം, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കും. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്ന് 120 പേരുടെ മേലും നിറച്ചു. എല്ലാവരും അന്യഭാഷ സംസാരിച്ചു. വന്നത് കൊടിയ മുഴക്കത്തോടെ, ഒരു കൊടിയ കാറ്റായിട്ട് കിടന്നു. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകളായി എല്ലാവരും അന്യഭാഷ പറയും, എല്ലാവരും പ്രവചിക്കും. അന്ന് 3000 പേർ സഭയോട് ചേർന്നു. പരിമിതികൾ പൊളിഞ്ഞുപോയി. മീൻപിടുത്തക്കാരുടെ പരിമിതികളെ പൊളിച്ച ശക്തി ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പരിമിതികളെ പൊളിച്ചുകൊണ്ട് നിങ്ങളുടെ ചെറിയ വർഷങ്ങൾ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ കൂടിയിരിക്കും. ഇതാർക്ക് ലഭിക്കും? യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്നവർക്ക് ഇത് സൗജന്യമാണ്. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ്. നിങ്ങൾ ഈ ജീസസ് വേരിയുടെ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, നിങ്ങളുടെ വീട്ടിൽ കട്ടിലയിലിരിക്കുമ്പോൾ, കസേരയിലിരിക്കുമ്പോൾ, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എപ്പോൾ വേണമെങ്കിലും പരിശുദ്ധാത്മാവ് ശക്തിയോടെ നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. അതുകൊണ്ട് ഓരോ ദിവസവും യേശുവിൻ്റെ ദിവ്യ വചനങ്ങൾ കേൾക്കാൻ ദാഹമുള്ളവരാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ വചനം കേൾക്കുന്ന, ദൈവവചനം കേൾക്കുന്നവർ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചവർ അടുത്ത അളവിലേക്ക് വളരട്ടെ. ഇതൊരു നദിയാകയാൽ ഇവർക്കൊരു ഓവർഫ്ലോ ഉണ്ടാകട്ടെ. ജീവിതത്തിൻ്റെ പരിമിതികളെ പൊളിക്കുന്ന പരിശുദ്ധാത്മാവെ, ഇവരെ പരിമിതികളിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരണം. ഇന്നിടുങ്ങിപ്പോയ പലരുമുണ്ട്,
ഒതുങ്ങിപ്പോയ പലരുമുണ്ട്. ഇനി ഒരു നല്ല നാളെയില്ലെന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഇവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. സൗഖ്യവും വിടുതലും ജയവും പരിശുദ്ധാത്മാവിലൂടെ ഈ മക്കൾ ഇന്നു മുതൽ പ്രാപിക്കട്ടെ. എല്ലാവരും അഭിഷേകം പ്രാപിക്കട്ടെ. പുതുഭാഷകൾ സംസാരിക്കട്ടെ. ഭൂതങ്ങളെ പുറത്താക്കട്ടെ. രോഗികളെ സൗഖ്യമാക്കട്ടെ. ഇവർ തൊടുന്നതെല്ലാം സക്സസ് ആകട്ടെ. പരിമിതിയില്ലാത്ത പരിശുദ്ധാത്മാവിൽ യേശുവിൻ നാമത്തിൽ ഈ സഭ കേൾക്കുന്ന ഓരോരുത്തരും നിറയട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഈ വിലപ്പെട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. മറ്റുള്ളവർക്ക് ഈ വചനങ്ങൾ ഷെയർ ചെയ്യണം. കേൾക്കുന്നവർ അഭിഷേകം പ്രാപിക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, പരിമിതികൾ പൊളിയട്ടെ. നമുക്ക് നാളെ വ്യാഴാഴ്ച പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 ഉപവാസ പ്രാർത്ഥനയുണ്ട്. നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കും. വലിയൊരു അനുഗ്രഹത്തിലേക്ക് ഇനിയും കർത്താവ് കൊണ്ടുവരട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.